സ്വാതന്ത്ര്യ ഗുഡ് മോർണിംഗ്. ഇന്ന് ടാരോട് ഞാൻ രാവിലെ ചോദിക്കുന്നത് എന്ത് ഊർജ്ജമാണ് ഞാനിന്ന് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രഭാതം അല്ലെങ്കിൽ ഒരു ദിവസം പൊട്ടി വിടരുമ്പോൾ എന്ത് ഊർജ്ജത്തോട് കൂടിയിട്ടാണ് എന്താണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. രണ്ട് കാർഡുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഊർജ്ജമാണ് താങ്കൾ ഇന്ന് സ്വീകരിക്കേണ്ടത്. ആദ്യത്തെ കാർഡ് എന്താണെന്ന് നോക്കട്ടെ. വൈറ്റ് വിച്ച് എന്ന് പറയുന്ന കാർഡാണ്. ബി ദ ലൈറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ബി ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രകാശമാകൂ എന്നുള്ളതാണ് ഈ കാർഡ്. നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ കാണുന്നൊരു മൂങ്ങനെയാണ്, പക്ഷേ ഇത് രാത്രിയുടെ കാർഡാണ്. രാത്രി എന്താണ് വേണ്ടത്? പ്രകാശമാണ് വേണ്ടത്. ഇവിടെ നമുക്ക് പെൻറ്റഗ്രാം എന്ന് പറയുന്ന ഇത് കാണാം. ഈ കാർഡ് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. അത് സത്യത്തിൻ്റെ വെളിച്ചമാണ്. ആ പ്രകാശം മറ്റുള്ളവർക്ക് വഴികാട്ടിയാവണം. ആ ഒരു എനർജി, അതായത് മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആവരുത്, സ്വന്തം പ്രകാശത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു ഇത്. രണ്ടാമത്തെ ഊർജ്ജം എന്താണ് എന്ന് നോക്കാം. അത് വന്നിട്ടുള്ളത് ഷേപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്ന കാർഡാണ്. ഷേപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്ന കാർഡ് ട്രാൻസ്ഫോം ആൻഡ് അൺവീൽ യുവർ ഗിഫ്റ്റ്സ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ അതേ കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഒരു വ്യക്തി ഇവിടെ പകുതി ഈഗിൾ ഇരിക്കുന്നു, ഇവിടെ ഒരു വുൾഫാണ് ഇരിക്കുന്നത്. ഇത് പെട്ടെന്ന് ഡോഗ് പോലെ തോന്നും. വുൾഫാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്നേക്കിൻ്റെ ഇത് കാണാം. ഇവർക്ക് ചിറക് ഇത് വെച്ചിട്ട് കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡാണ്. രാത്രിയുടെ കാർഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് മൂൺ കാണാം. ഇതിൻ്റെ മുകളിലും ഒരു സ്നേക്കിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഈ കാർഡ് നമ്മളോട് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഗിഫ്റ്റ്സ് നമുക്കറിയില്ല, സമ്മാനങ്ങൾ എന്താണ് തിരിച്ചറിയുന്നുള്ളത്. അപ്പോൾ രണ്ട് കാർഡും വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ കാർഡിൽ പറയുന്നത് നമ്മളൊരു പ്രകാശമാവുക. എങ്ങനെയാണ് പ്രകാശമാകുന്നത്? നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ തന്നെ സമ്മാനങ്ങൾ ലോകത്തിന് കൊടുത്തുകൊണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് ഈ ലോകത്ത്. എല്ലാവരും ഒരു ഗിഫ്റ്റോട് കൂടിയിട്ടാണ് വരുന്നത്. അത് താങ്കളുടെ ഉള്ളിലുമുണ്ട്. അതാണ് ഇന്ന് ചെയ്യേണ്ടത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം.